അസ്സലാമു അലൈക്കും, നമസ്കാരം. ഫാസിൽ ഓച്ചിറയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പരിശുദ്ധമാക്കപ്പെട്ട മക്കയിലാണ് നിൽക്കുന്നത്. മക്കയിലെ ജബൽ-നൂർ പർവ്വതത്തിൻ്റെ തൊട്ട് താഴെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പം ഇതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്ന് നമ്മുടെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. പിന്നെ നമ്മുടെ ഇതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ കുറച്ച് ആധികാരികമായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് ഷാഫി ഫാദലിയാണ്. അപ്പം ഇവിടം തൊട്ടാണ് ജബൽ-നൂർ മലയിലേക്കുള്ള യാത്ര നമ്മൾ തുടങ്ങുന്നത്. ഇവിടെ നിന്നാണ് നടന്ന് കയറുന്നത്. വാ. നല്ല അടിപൊളിയായിട്ട് സ്റ്റെപ്പുകളൊക്കെ പണിഞ്ഞിട്ടിട്ടുണ്ട്. ആദ്യത്തെ ഒരു മൂച്ചിൽ നടന്നങ്ങ് കയറും, പിന്നെ മേളിൽ ചെല്ലുമ്പോൾ അറിയാം. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാദസ്പർശമേറ്റ മണ്ണാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മലയുടെ മുകളിലാണ് ധ്യാനനിരതനായി ഇരുന്നത്. നുബൂവത്ത് ലഭിക്കുന്നത് 40-ാം വയസ്സിൽ ഇവിടെ വെച്ചിട്ടാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി അടുത്ത് ബന്ധമുള്ള മലനിരയാണ് ഈ മുകളിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കൂർത്ത കല്ലുകൾ നിറഞ്ഞ പാതയിലൂടെ ആയിരിക്കണം നടന്നു പോയിട്ടുണ്ടാവുക. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിതങ്ങളുടെ വീട്ടിൽ നിന്നും എത്ര ദൂരം താണ്ടിയിട്ടായിരിക്കും, എത്ര പ്രയാസപ്പെട്ടിട്ടായിരിക്കും ഇവിടേക്ക് എത്തിയിട്ടുണ്ടാവുക. അതുപോലെ ഓർക്കേണ്ട മറ്റൊരു നാമമാണ് ബീബി ഖദീജ റളിയല്ലാഹു അൻഹയുടേത്. മഹദി അവർകൾ ഈ മലനിരകളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത്, അള്ളാഹുവിൽ ആരാധനകളിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് പ്രിയതമനുള്ള ഭക്ഷണവുമായി പ്രായത്തിൻ്റെ അവശതകളെ വകവെക്കാതെ നടന്നു കയറിയിട്ടുണ്ടാവുക. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണാണിത്. ആ ചരിത്രമുറങ്ങുന്ന മണ്ണിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തിട്ടുള്ളത്. അല്ലാഹു തആല എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഇതൊക്കെയാണ് നമ്മുടെ ജബൽ-നൂറിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല വീഡിയോസുകളുമായി ഇനിയും വരുന്നതാണ്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു.